അമേരിക്കയുമായി ബന്ധപ്പെട്ട് കുറച്ച് രാജ്യങ്ങളുടെ പേരുകൾ ഞാൻ വായിക്കാം. 1945-46 കാലഘട്ടത്തിൽ ചൈന, 1949 സിറിയ, 1950-53 കൊറിയ, 1950-53 ചൈന, 1953 ഇറാൻ, 1954 ഗോട്ടിമാല, 1955 മുതൽ 70 തിബറ്റ്, 1958 ഇന്തോനേഷ്യ, 1959 ക്യൂബ, 1960-65 കോംഗോ, 1961 ഡൊമിനിക്കൻ റിപ്പബ്ലിക്, 1961-73 വിയറ്റ്നാം, 1964 ബ്രസീൽ, 1964 ബ്രിട്ടീഷ് ഗുനിയ, 1964 കോംഗോ, 1964 ഗോട്ടിമാല, 1964 ലാവോസ്, 1965-66 ഡൊമിനിക്കൻ റിപ്പബ്ലിക്, 1965 ഇന്തോനേഷ്യ, 1965 പെറു, 1967 ഗ്രീസ്, 1967-69 ഗോട്ടിമാല, 1969-70 കംബോഡിയ, 1970-73 ചിലി, 1976 അർജന്റീന, 1976-92 അംഗോള, 1980 തുർക്കി, 1980-81 പോളണ്ട്, 1981-92 സാൽവഡോർ, 1981-90 നിക്കാരാഗോ, 1980-95 കംബോഡിയ, 1982-84 ലെബനാൻ, 1983-84 ഗ്രാനഡ, 1986 ലിബിയ, 1987-88 ഇറാൻ, 1989 ലിബിയ, 1989 ഫിലിപ്പൈൻസ്, 1989-90 പനാമ, 1991 ഹെയ്തി, 1991 ഇറാഖ്, 1991 കുവൈത്ത്, 1992 സോമാലിയ, 92-96 ഇറാഖ്, 95 ബോസ്നിയ, 98 ഇറാഖ്, 98 സുഡാൻ, 98 അഫ്ഗാനിസ്ഥാൻ, 1999 യൂഗോസ്ലാവിയ, 2001 അഫ്ഗാനിസ്ഥാൻ, 2002-2003 ഇറാഖ്, 2002 മുതൽ 2020 വരെ യമൻ, 2004 ഹെയ്തി, 2006-2007 സോമാലിയ, 2005 ഇറാഖ്, 2009 ഹോൺഡ്രസ്, 2011 ലിബിയ, 2011 സിറിയ, 2016 ബ്രസീൽ, 2019 ബൊളീവിയ, 2019 വെനസ്വേല, 2020 ഗായന, 2020 ഇറാഖ്, 2020 സോമാലിയ, 2020 അഫ്ഗാനിസ്ഥാൻ. ഇത്രയും രാജ്യങ്ങളെ അമേരിക്ക നേരിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണം നിയന്ത്രിച്ചോ ആക്രമിക്കപ്പെട്ട ഹതഭാഗ്യരായ രാജ്യങ്ങളാണ് ഈ പേര് വായിച്ച ഇത്രയും രാജ്യങ്ങൾ. 1945 മുതൽ 2020 വരെയുള്ള രാജ്യങ്ങളുടെ പേരുകളാണ് വായിച്ചതിന് ശേഷവും ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ആയുധപ്പുരയായ ഇസ്രയേലിൻ്റെ നേതൃത്വത്തിൽ ഫലസ്തീനിൽ 10,000-കണക്കിന് പിഞ്ചുമക്കളെയും വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും നീചമായ പ്രവൃത്തി വർഷങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന അമേരിക്ക. ഇതുപോലെ ഇത്രയും രാജ്യങ്ങളിലെല്ലാം അനേകായിരം ജനങ്ങളുടെ പാവപ്പെട്ട മനുഷ്യരുടെ രക്തം ചിന്തിയിട്ടാണ് ഈ അധികാര കസേരയിൽ കയറിയിരുന്ന് ലോക പോലീസ് അമേരിക്ക ചമഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൊട്ടു മുമ്പായി നമ്മൾ ഇറാനെ ആക്രമിച്ച് ഇപ്പോഴും ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളിലേക്കും ആ യുദ്ധം പടർന്നുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യങ്ങളെല്ലാം ആക്രമിക്കാൻ മറ്റു പല രാജ്യങ്ങളുടെയും സഹായം അമേരിക്കയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ അറബ് രാജ്യങ്ങളിൽ അമേരിക്ക സ്ഥാപിച്ചിട്ടുള്ള സൈനിക താവളങ്ങളിൽ നിന്ന്, സൈനിക ആസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ പാവപ്പെട്ട പല രാജ്യങ്ങളെയും ഇപ്പോൾ ഇറാനെ അടക്കം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയേക്കാൾ വലുതായി ആരും ഉണ്ടാകരുത്, അവരെ മുളയിലെ നുള്ളിക്കളയുക എന്ന ഒരു സിദ്ധാന്തമാണ് അമേരിക്ക സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിദ്ധാന്തത്തിലൂടെ തന്നെയാണ് ഇത്രയും രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുന്നതും. ഇപ്പോൾ ഇറാനിലടക്കം അവരുടെ ആത്മീയ നേതാവിനെ അടക്കം വകവരുത്തുകയും ചെയ്തുകൊണ്ട് നീചമായ പ്രവൃത്തി ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ലോക പോലീസ് തമയുന്ന അമേരിക്ക UN അടക്കമുള്ള പല സംവിധാനങ്ങളെയും അവർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതിന് പല തെളിവുകൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ നീചമായ പ്രവർത്തനങ്ങളിൽ നിന്ന് അമേരിക്ക പിന്തിരിഞ്ഞ് ലോകത്ത് സമാധാനമുണ്ടായി എല്ലാവരും എല്ലാ രാജ്യങ്ങളും സാമ്പത്തികമായും അതുപോലെ തന്നെ അവരുടെ എല്ലാവിധത്തിലുള്ള സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി അവർ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആണ് നടക്കേണ്ടത്. ഈ രാജ്യങ്ങളെല്ലാം ആക്രമിച്ച് അവരുടെ സാമ്പത്തികമായ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള എണ്ണ സമ്പുഷ്ടീകരണമൊക്കെ മുതലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്ക ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാൻ കഴിയും. ഞാൻ ഈ വായിച്ച പേരുകൾ 1945 മുതൽ 2020 വരെ അമേരിക്ക ആക്രമിച്ച അല്ലെങ്കിൽ അവരുടെ വരുതിയിലേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ അവിടുത്തെ ഭരണം നിയന്ത്രിച്ച ഹതഭാഗ്യരായ രാജ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ആയുധപ്പുരയായ ഇസ്രായേലിനെ ഉപയോഗപ്പെടുത്തി 10,000-കണക്കിന് പിഞ്ചു മക്കളെയും സ്ത്രീകളെയും വൃദ്ധരെയും ഒക്കെ കൊന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ എന്ന രാജ്യം, അവിടെ ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ അതിൻ്റെ ആഘാതത്തിൽ അവിടുത്തെ ജനങ്ങൾ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ അവരിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇറാൻ ആക്രമിക്കുന്നത്. ഈ രക്തക്കൊതി
അല്ലെങ്കിൽ യുദ്ധക്കൊതി എന്ന് അമേരിക്ക അവസാനിപ്പിക്കുന്നുവോ അന്ന് മാത്രമേ ലോകത്ത് സമാധാനമുണ്ടാകൂ എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെയെല്ലാം രക്ഷകരായി എത്തേണ്ട UN രക്ഷാസമിതി എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു കളിപ്പാവയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ യുദ്ധക്കൊതി അവസാനിച്ചാൽ നമുക്ക് ലോകത്ത് സമാധാനമുണ്ടാകും എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഈ സമയത്ത് നമുക്കൊന്നും വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നത് വളരെ ഖേദകരമാണ്. യുദ്ധം അവസാനിച്ച് ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.